ഡിഗ്രി ലെവൽ PSC എക്സാംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ, ആനക്കയം, ചാലക്കുടി, വെള്ളാനിക്കര. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെള്ളാനിക്കര. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെള്ളാനിക്കര. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? പുതുശ്ശേരി, വിജയവാഡ, വിശാഖപട്ടണം, ഹൈദരാബാദ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശാഖപട്ടണം. ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരമാണ് വിശാഖപട്ടണം. താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം, കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം, സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, ലോട്ടറികളിൽ നിന്ന് നേടിയ വരുമാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. താഴെ പറയുന്നവയിൽ ഏതാണ് ആദായ നികുതി പ്രകാരം ഒഴിവാക്കപ്പെട്ട വരുമാനം? കാർഷിക മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം. താഴെ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശാൻ, TK മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഏതൊക്കെയാണ്? 1, 2 മാത്രം, 1 മാത്രം, 1, 3 മാത്രം, മുകളിലുള്ള എല്ലാം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിലുള്ള എല്ലാം. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപു, കുമാരനാശാൻ, TK മാധവൻ. ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. ഭൂഗർഭ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, ആസാദ് ഹിന്ദ് ഫൗജിൽ ചേർന്നു. ദർസാനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. ആരാണ്? ഉഷാ മേത്ത. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നീർത്തട ഘടകം നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് താഴെ പറയുന്ന ഏത് വകുപ്പാണ്? കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ധനകാര്യ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കൃഷി വകുപ്പ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ഏതാണ്? കൃഷി വകുപ്പ്. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? സുഭിക്ഷ കേരളം 2018 വെള്ളപ്പൊക്കങ്ങൾ, COVID-19, FAO നിർദ്ദേശങ്ങൾ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യനയം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, COVID-19. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലം COVID-19. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിൻ്റെ ഉചിതമായ ഉദാഹരണം? കേരള അക്കൗണ്ടൻറ്റ് ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിൻ്റെ ഉചിതമായ ഉദാഹരണം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അധികാരമല്ലാത്തത്? പിഴ ചുമത്തൽ, നഷ്ടപരിഹാരം നൽകൽ, അച്ചടക്ക നടപടി ശുപാർശ ചെയ്യുന്നു, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, ADH, തൈറോക്സിൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ADH. ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? ADH. കുടലിനെ ശരിയായി എന്ത് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകാരമായ അനീമിയ ഉണ്ടാകുന്നത്? ഇരുമ്പ്, വിറ്റാമിൻ B12, പ്രോട്ടീൻ, മിനറൽസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിറ്റാമിൻ B12. കുടലിനെ ശരിയായി എന്ത് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് വിനാശകാരമായ അനീമിയ ഉണ്ടാകുന്നത്? വിറ്റാമിൻ B12. KFD വൈറസിൻ്റെ റിസർവോയർ ടെറോപ്പസ്, ഹാർഡ് ടിക്കുകൾ, ഈഡിസ് ക്യൂലക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹാർഡ് ടിക്കുകൾ. KFD വൈറസിൻ്റെ റിസർവോയർ ഹാർഡ് ടിക്കുകൾ. ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രത്തിൽ 5ാമത്തെ ഊർജ്ജ നിലയിൽ നിന്ന് ആദ്യത്തെ ഊർജ്ജ നിലയിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ പരിവർത്തനത്തിൻ്റെ ഫലമായുണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത്? അൾട്രാവയലറ്റ് മേഖല, വിസിബിൾ മേഖല, ഇൻഫ്രാറെഡ് മേഖല, ഫാർ ഇൻഫ്രാറെഡ് മേഖല.
ഉത്തരം ഓപ്ഷൻ എ ആണ്, അൾട്രാ വയലറ്റ് മേഖല. 2022 രസതന്ത്ര നോബൽ ജേതാക്കളിൽ 2ാം തവണയും നോബൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയാണ് ബാരി ഷാർപ്ലസ്, മോർട്ടൻ മെൽഡൽ, ആൻഡൺ സൈലിജർ, കരോലിൻ ബർട്ടോസി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാരി ഷാർപ്ലസ്. എസ് കെ പൊറ്റക്കാടിൻ്റെ അപ്രകാശിത കൃതിയുടെ പേര്? വല്ലികാദേവി, പ്രേമശിക്ഷ, നോർത്ത് അവന്യൂ, നൈൽ ഡയറി. ഉത്തരം ഓപ്ഷൻ സി ആണ്, നോർത്ത് അവന്യൂ. എസ് കെ പൊറ്റക്കാടിൻ്റെ അപ്രകാശിത കൃതിയുടെ പേരാണ് നോർത്ത് അവന്യൂ. ബാസലിൻ്റെ നാടകങ്ങൾ കണ്ടുപിടിച്ച സംസ്കൃത പണ്ഡിതൻ ആരായിരുന്നു? കെ എ നീലകണ്ഠ ശാസ്ത്രി, ജദുനാഥ് സർക്കാർ, എസ് വയ്യാപ്പൂരി പിള്ള, ടി ഗണപതി ശാസ്ത്രി. ഉത്തരം ടി ഗണപതി ശാസ്ത്രി. ഓപ്ഷൻ ഡി, ടി ഗണപതി ശാസ്ത്രി. WHO അനുസരിച്ച് ഒമിക്രോൺ ഡാഷ് ആണ്. ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായ വേരിയൻറ്റ്, കുറഞ്ഞ പ്രതിരോധശേഷി, കുറഞ്ഞ ട്രാൻസ്മിബിലിറ്റി, താൽപ്പര്യത്തിൻ്റെ വേരിയൻറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായ വേരിയൻറ്റ്. ആർദ്രം മിഷനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം. നവകേരള മിഷൻ്റെ കീഴിലുള്ള 4 മിഷനുകളിൽ ഒന്ന് 2017 ഫെബ്രുവരിയിൽ സമാരംഭിച്ചു. പ്രാഥമിക ശ്രദ്ധ SDG3 ആണ്, നല്ല ആരോഗ്യവും ക്ഷേമവും. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ്റെ സംസ്ഥാനതല അക്രഡിറ്റേഷൻ പ്രോഗ്രാം, ആർദ്രം മിഷൻ. പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോയുടെ രചയിതാവ് ആര്? പി ബാലചന്ദ്രൻ, ഡി വിനയചന്ദ്രൻ, എം ഗോവിന്ദൻ, പി കെ ബാലകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ഡി, പി കെ ബാലകൃഷ്ണൻ. പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോയുടെ രചയിതാവ് പി കെ ബാലകൃഷ്ണൻ. ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പ്രേരിപ്പിച്ച സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി, നീതി ആയോഗ്, സെബി, RBI. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെബി. ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് IRRA പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ പ്രേരിപ്പിച്ച സ്ഥാപനം ഏതാണ്? സെബി. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഖോ ഗെയിം ആരംഭിച്ചത്? പൂനെ, മുംബൈ, റായ്പൂർ, മൈസൂർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, പൂനെ. ഏത് നഗരത്തിലാണ് ഖോ ഗെയിംസ് ആരംഭിച്ചത്? പൂനെ. സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ആരാണ്? സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ജാക്ക് ഫോളി, എറിക് MC ടൈഗർസ്റ്റൈഡ്, ജെയിംസ് കാഗ്നി, ലീ ഡി ഫോറസ്റ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജാക്ക് ഫോളി. സിനിമകളിൽ സൗണ്ട് ഇഫക്റ്റുകൾ കണ്ടുപിടിച്ചത് ജാക്ക് ഫോളി. കേരളത്തിൽ പന്തിഭോജനം ആരംഭിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, തൈക്കാട് അയ്യ. ഉത്തരം തൈക്കാട് അയ്യ. കേരളത്തിൽ പന്തിഭോജനം ആരംഭിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.